ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. 2028 ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ IOC ബോർഡ് അംഗീകാരം നൽകിയത് എന്തിന്? ബോക്സിംഗ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻ്റാണ് തോമസ് ബാക്ക്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കെട്ടിടങ്ങൾ കൂൾ റൂഫ്. എന്താണ് കുളിർമ പദ്ധതി? കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് കുളിർമ പദ്ധതി. നമുക്കൊന്നും കൂടി നോക്കാം. 2028 ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ IOC ബോർഡ് അംഗീകാരം നൽകിയത് എന്തിന്? ബോക്സിങ്ങിന്. 2028 ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് കുളിർമ പദ്ധതി. ഇനി നമുക്ക് കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ നോക്കാം. അത് ഗവർണർ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനുവിന്. കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഡോക്ടർ S സൗമിനാഥനും ഭുവനേശ്വരിക്കുമാണ് ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ISRO മുൻ ചെയർമാനായ ഡോക്ടർ S സോമനാഥിനും ജൈവ കർഷകയായ ഭുവനേശ്വരിക്കുമാണ് ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം മുൻ ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ്, ജൈവ കർഷകയായ ഭുവനേശ്വരി. പാലക്കാട് എലപ്പുള്ളി മാരുതി ഗാർഡൻസിലെ 24 ഏക്കർ തരിശുഭൂമി ജൈവ കൃഷിയാക്കിയതാണ് ഭുവനേശ്വരിക്ക് അവാർഡ് കിട്ടാൻ കാരണമായത്. കേരളശ്രീ പുരസ്കാരങ്ങൾ 6 പേർക്ക് ലഭിച്ചു. കലാരംഗത്ത് കലാമണ്ഡലം വിമല മേനോനും, ആരോഗ്യരംഗത്ത് ഡോക്ടർ TK ജയകുമാർ, കലിഗ്രഫിയിൽ നാരായണ ഭട്ടതിരി കലിഗ്രഫി ഓർത്തു വെച്ചോളൂ. സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനം, ആശാവർക്കർ. VK മാത്യൂസിന് വ്യവസായം വാണിജ്യം. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്ത് നിന്ന് നമ്മൾ ഇന്ന് ഭൂമിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഭൂമിയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏത് വിക്ഷേപണമാണ് നടത്തിയത്? സ്പേസ് എക്സ്ക്രൂ മിഷൻ വിക്ഷേപണം ആണ് നടത്തിയത്. സ്പേസ് എക്സ്ക്രൂ 10 മിഷൻ്റെ ഭാഗമായിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇന്ന് നമ്മൾ ഭൂമിയിലേക്ക് എത്തിയത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം നടത്തിയത്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്നത് വലേറി പൊളിയക്കോവ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഓർത്തിരിക്കാം? അദ്ദേഹം പൊളിയാണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാൽ ബഹിരാകാശത്ത് കഴിഞ്ഞത് വലേറി പൊളിയക്കോവ്. ബഹിരാകാശത്ത് കൂടുതൽ കാലം തുടർച്ചയായി താമസിച്ച വനിത എന്ന റെക്കോർഡുള്ളത് ക്രിസ്റ്റീനോ കോക്ക്. പുതിയ ഇനം നെല്ലിനങ്ങൾ കണ്ടെത്തി. അതേതൊക്കെയാണ്? ആദ്യയും പുണ്യയും. ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ് ക്രിസ്റ്റഫർ ലക്സൺ. നമ്മുടെ ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂസിലാൻഡിൻ്റെ വ്യാപാര മന്ത്രിയാണ് ടോഡ് മക്ലെ. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പോയതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ, ന്യൂസിലാൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലെ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനു ഭാക്കറിനെ കുറിച്ച് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനു ഭാക്കർ. സ്വതന്ത്ര ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ താരവും മനു ഭാക്കറാണ്. ഈ കഴിഞ്ഞ എക്സാമിനും മനു ഭാക്കറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2025 ഫെബ്രുവരി ലാസ്റ്റ് നടന്ന മാർച്ചിൽ നടന്ന എക്സാമിന് മനു ഭാക്കറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിൽ മനു ഭാക്കറിനൊപ്പം വെങ്കല മെഡൽ നേട്ടം കുറിച്ചത് സരബ്ജോത് സിംഗ്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിൽ മനു ഭാക്കറിനൊപ്പം വെങ്കല മെഡൽ നേട്ടം കുറിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് സരബ്ജോതി സിംഗ്. കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ്. ഇപ്പോഴത്തെ നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ്. കാനഡയുടെ നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ മന്ത്രിസഭയിൽ അംഗങ്ങളാകുന്ന ഇന്ത്യൻ വംശജരാണ് കമൽ ഖേര ആരോഗ്യവകുപ്പിലും അനിത ആനന്ദ് ശാസ്ത്രം വ്യവസായത്തിലും. എപ്പോഴും ഇങ്ങനെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ മന്ത്രിസഭയിലെത്തിയാൽ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം മാർക്ക് കാർണിനെ
മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായ ഇന്ത്യൻ വംശജരാണ് കമൽ ഖേര ആരോഗ്യ വകുപ്പും അനിത ആനന്ദ് ശാസ്ത്രം വ്യവസായം. കാനഡയുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് കമൽ ഖേര. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.